അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ മനോവിഷമങ്ങളും മനപ്രയാസങ്ങളും എന്നുള്ളത് മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ എത്ര തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലും സൂക്ഷിച്ചാലും എന്തെങ്കിലുമൊക്കെ ചിന്തകളും ആലോചനകളും മനസ്സിലേക്ക് കടന്നു വന്ന് നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥകൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ടെൻഷൻ ആകുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. അപ്പോൾ സ്വാഭാവികമായും അതിലേക്ക് നമ്മൾ ശ്രദ്ധ പോകുമ്പോൾ നമ്മുടെ ചിന്തകളും ആലോചനകളും മാറും. അത് നമുക്ക് മനസ്സമാധാനവും സന്തോഷവും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ഹൃദയമടുപ്പമുള്ള മാനസിക ബന്ധമുള്ള ആളുകളുമായി ഒന്നിച്ചിരുന്ന് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അത് കുറ്റകരമല്ലാത്ത തെറ്റല്ലാത്ത കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നമുക്ക് മാനസിക ഉല്ലാസം ലഭിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ നിരതമാകുക. നമ്മുടെ ചെടികൾ നനയ്ക്കാനോ അല്ലെങ്കിൽ ചെടികൾ നടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ എഴുതാനോ വായിക്കാനോ അങ്ങനെ എന്താണോ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയാം. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ അതിലൊക്കെ ഉപരി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ മനോവിഷമങ്ങളും മനോവേദനകളും നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട്. അത് വരുമ്പോൾ മാത്രം ചെല്ലേണ്ട കാര്യങ്ങളല്ല. ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന പ്രാർത്ഥനകളിലുള്ള ഒരു പ്രാർത്ഥനയാണ് 7 പ്രാവശ്യം നമ്മോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. മനോവിഷമങ്ങൾ നീങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശിച്ചുള്ള പ്രാർത്ഥന ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർഷിൽ അദീം എന്നത്. ഇത് ശരിക്കും വിശുദ്ധ ഖുർആനിലെ തൗബയിലെ ഏറ്റവും അവസാനത്തെ ആയത്തായിട്ട് 9ാമത്തെ സൂറത്തിലെ അവസാനത്തെ ആയത്തായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് നമ്മൾ രാവിലെ വൈകുന്നേരമുള്ള അദ്കാറുകളിൽ ഉൾപ്പെട്ട ഒരു പ്രാർത്ഥന കൂടെയാണത്, ഒരു ദിക്ർ കൂടെയാണത്. അതിൽ പറയുന്നതിൻ്റെ ആശയം കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കുണ്ടാകാവുന്ന മനോവിഷമങ്ങൾ രാത്രിയിലാവട്ടെ പകലിലാവട്ടെ വരാവുന്ന മനോവിഷമങ്ങളെ നമുക്ക് പ്രതിരോധിക്കുവാനുള്ള ഒരു ദിക്റായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. അത് നമ്മുടെ മനസ്സിൽ ഞാൻ എന്ത് ചെയ്യും എന്ന പിന്നെ നമ്മുടെ വ്യാകുലമായ ചിന്തകളും ഭയങ്ങളിൽ നിന്നുമാണല്ലോ യഥാർത്ഥത്തിൽ ഈ മനോവിഷമങ്ങൾ ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഹസ്ബി അല്ലാ അതിന് എല്ലാറ്റിനും പറയാവുന്ന ഒരു ഉത്തരമാണെന്ത്? ഹസ്ബി അല്ലാ, എനിക്ക് അള്ളാഹു മതി എന്നാണ്. ഹസ്ബി അല്ലാഹു, അള്ളാഹു എനിക്ക് മതി. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ, എൻ്റെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കാൻ അള്ളാഹുവിന് പറ്റും. ലാ ഇലാഹ ഇല്ലാഹുവ, ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞാൽ അവനല്ലാതെ ആരാധ്യനില്ല. അതായത് അഭൗതികമായി എൻ്റെ എന്ത് പ്രയാസങ്ങളും എനിക്ക് ചോദിക്കുവാനും പറയാനും പറ്റുന്ന എൻ്റെ ദൈവമായി, എൻ്റെ ആരാധ്യനായി, എൻ്റെ രക്ഷകനായി അള്ളാഹു ഉണ്ട്. അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിക്കും. എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലാത്ത മറ്റൊരു ആരാധ്യനും എനിക്കില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ വിശ്വാസത്തെ, തൗഹീദിനെ നമ്മളവിടെ ഉറപ്പിക്കുകയാണ്. അത് അള്ളാഹുവിലേക്കുള്ളൊരു തവസ്സുലും കൂടെയാണത്. ലാ ഇലാഹ ഇല്ലാഹു. എന്നിട്ടോ അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു എന്നാണ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എന്നെക്കൊണ്ട് കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇനി എൻ്റെ അള്ളാഹുവിൽ ഞാൻ ഏൽപ്പിക്കുന്നു. അവൻ എനിക്കെന്തായിരുന്നാലും ഉചിതമായ ഒരു പരിഹാരം ഉണ്ടാക്കിത്തരും. അലൈഹി തവക്കൽതു. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? വഹുവ റബ്ബുൽ അർഷിൽ അദീം, അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ രക്ഷിതാവാണ്. അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുപ്പമുള്ളതും ഏറ്റവും വിശാലമായതുമാണ് അർഷെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സിംഹാസനം. അപ്പോൾ അതുകൊണ്ട് ആ അർഷിൻ്റെ സൃഷ്ടാവാണല്ലോ അള്ളാഹു. അത്രയും വലിയൊരു സൃഷ്ടിയുടെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു, ആ അള്ളാഹുവിന് കഴിയാത്തതൊന്നുമില്ല. ഏറ്റവും വലിയ അർഷിൻ്റെ ഉടമസ്ഥനാണവൻ, അതിൻ്റെ റബ്ബാണവൻ. അതുകൊണ്ട് എൻ്റെ ഏത് പ്രയാസങ്ങൾക്കും എൻ്റെ ഏത് പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാക്കി തരാൻ ആ അള്ളാഹുവിന് പറ്റും, ആ അള്ളാഹുവിന് കഴിയും, അള്ളാഹുവിന് സാധിക്കും എന്നാണ് യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ അവസാനമായി പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർഷിൽ അദീം എന്നുള്ളത് രാവിലെ 7 പ്രാവശ്യവും വൈകുന്നേരം 7 പ്രാവശ്യവും നമ്മൾ ചൊല്ലുന്നത് തീർച്ചയായും നമ്മൾക്ക് ഭയങ്കര മനസ്സമാധാനം ലഭിക്കുവാനും ആശ്വാസം ലഭിക്കുവാനും മനോവിഷമങ്ങളെയും മനോദുഃഖങ്ങളെയും ഇല്ലാതാക്കുവാനും സഹായിക്കും. അത്തരം നിർദ്ദേശിക്കപ്പെട്ട ദിക്റുകളും പ്രാർത്ഥനകളും മനഃപ്പാഠമാക്കുവാനും അത് പ്രയോഗവൽക്കരിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. ഒരിക്കൽ നമ്മൾ പഠിച്ചാൽ നമ്മൾ മറക്കൂല. കാരണം എല്ലാ ദിവസവും 14 പ്രാവശ്യം നമ്മൾ പറയുമ്പോൾ എന്തായാലും മറന്നു പോകില്ലല്ലോ. അപ്പോൾ അത്തരം പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ നമ്മൾ മനഃപ്പാഠമാക്കുക. നമ്മുടെ മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്ത് തരുമാറാവട്ടെ. നമുക്ക് മനഃശാന്തിയും മനസ്സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ.